ഓരോ ആത്മഹത്യയും വിലപേശുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ ആ ധാർമ്മികതയെ അധപ്പതിച്ചിരിക്കുന്നതിൻ്റെ പ്രകടമായ തെളിവുകളല്ലേ ഇന്ന് സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യ എടുത്തിട്ട് ആർക്കെങ്കിലും എതിരായിട്ട് വന്നാൽ അത് കത്തോലിക്ക സഭയാണെങ്കിൽ അത് മനോഹരമായിരിക്കും, അത് ഒരു കന്യാസ്ത്രീക്കെതിരാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. ഞാൻ ഓർക്കുകയായിരുന്നു, അമലശ്ശേരി കോളേജിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എത്രയോ പേര് എൻ്റെ അടുത്ത് വന്ന് റെക്കമെൻഡേഷൻ വന്നു, ഒരുപാട് പേര്. അതിനകത്ത് മറ്റു വിഭാഗത്തെപ്പറ്റി ആൾ വന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ ഒന്ന് വേണം, സിസ്റ്റേഴ്സ് ഉള്ള ഹോസ്റ്റൽ വേണം. ഇത് പൊതുധാരണയാണ്, ഇത് നന്മയാണ്. അച്ചടക്കമുള്ള എന്താ പറയുന്ന സഭയെന്ന് പറഞ്ഞ അച്ചടക്കമാണ്. എന്തിനാ ഈ അച്ചടക്കം? ഇവിടെ വരുന്ന മക്കളെ പഠിപ്പിച്ച് വലുതാക്കി ജോലി സമ്പാദിച്ച് കുടുംബം പോറ്റി രാജ്യം വളരണം. അത് വളരാൻ ഇഷ്ടമില്ലാത്ത ശക്തികൾ ഇവിടെയുണ്ട്. ഇവിടെ ഒരുത്തനും പഠിക്കരുത്, പഠിപ്പിക്കുന്ന സമൂഹത്തെ തകർക്കണം. തകർത്തത് പട്ടിണി പരിപറ്റമായിട്ട് നടന്നെങ്കിൽ പാർട്ടിക്ക് ആളെ കിട്ടുള്ളൂ. എങ്കിൽ മാത്രമേ 30 വർഷം ഭരിച്ച സംസ്ഥാനത്തിന്റെ ഗതികേട് ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ആ ഗതികേട് ഇവിടെ വരണം. ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭംഗിയായിട്ട് പോകുന്നതിനെ തകർക്കണം. എങ്കിൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് വീണ്ടും ഭരണം പിടിക്കാൻ പറ്റുള്ളൂ. കാരണം ആ രീതിയിലേക്കാണ് പോകുന്നത് നമ്മുടെ സംസ്കാരം. നിരീശ്വര ഭരണകൂടത്തിന് മനസ്സിലാവില്ല, അവർക്ക് ഒരിക്കലും അതിലെ അവിടെ ചെന്നു. ഇതിൻ്റെ പരമാധികാരി അവിടെ ചെന്നിട്ട് എന്താ പറഞ്ഞത്? സമരം ചെയ്യുന്ന പിള്ളേരുടെ കൂടെ അങ്ങ് കൂടിയിട്ട് പറഞ്ഞു അവർ സമരം ചെയ്യട്ടെ, അവർക്ക് എന്നിട്ട് പുതിയ നിയമം ഉണ്ടാക്കുമ്പോൾ അതായത് വിദ്യാർത്ഥികളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ നിയമം. ഈ നേതാവിനോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, കേരളത്തിന്റെ ആത്മഹത്യയുടെ എണ്ണം ഇത്രയും പെരുകരിയിട്ട് ഇത് പരിഹരിക്കാൻ നിങ്ങൾ എന്ത് നിയമമാണ് കൊണ്ടുവന്നിരിക്കും? ഏത് നിയമമാണ് നിങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിരിക്കുന്നത്? ലജ്ജയില്ലേ നിങ്ങൾക്കത് പറയാൻ? ഒരു വിദ്യാഭ്യാസ സമർത്ഥി കൗമാരക്കനായ ഇങ്ങനെ ആത്മഹത്യ 1, 2, 3 ആണോ? 3, 4 എണ്ണം ഒറ്റയാഴ്ച നടന്നിട്ട് ഈ ഒരു സ്ഥാപനത്തിലെ ആത്മഹത്യ മാത്രം എന്ത്? ഉടനെ എത്തി മന്ത്രി, ഉടനെ എത്തി നേതാക്കന്മാര്, ഉടനെ എത്തി ആളുകൾ, വണ്ടിയിൽ ആളെ ഇറക്കി. എന്നിട്ട് ഇപ്പൊ എന്നാ പറയുന്നത്? അവിടുത്തെ പിള്ളേരെ എതിർപ്പിച്ചത് ആരെ കൊണ്ടാ? ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള ബുദ്ധിയുള്ള വർഗമാണ് ഇവിടുത്തെ ക്രൈസ്തവർ എന്ന കാര്യം ഈ തലപ്പത്തിരിക്കുന്നു അറിഞ്ഞിരുന്നുകൊള്ളുവിൻ. പക്ഷെ ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്, ഞങ്ങൾ തിരിച്ചടിക്കുന്ന ഈ വിധത്തിലായിരിക്കുകയില്ല. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കുരിശെടുത്തുകൊണ്ട് പിന്നാലെ വരാനാ. ഞങ്ങൾക്കൊരു നാഥനുണ്ട്. നിങ്ങൾ ഓർക്കാത്ത സമയത്ത് നിങ്ങൾ ഇടപെട്ടിരിക്കും, നിങ്ങളെ തകർത്തിരിക്കും. അത് ഞങ്ങളെല്ലാം, ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വയലൻസ് ഉണ്ടാകും നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ സത്യം ഗ്രഹിക്കാൻ കഴിവുള്ള സമൂഹമാണിത് എന്ന കാര്യം തിരിച്ച് അറിഞ്ഞുകൊള്ളുവൻ. അതുകൊണ്ട് എന്തിനാണ് ഈ പറയുന്ന സംഗതി? ഒരേ സമാനമായ സ്ഥാപനങ്ങളിൽ ആത്മഹത്യ നടന്നിട്ട് ഈ ഒരു നാമത്തെ മാത്രം എടുത്ത് ഇങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതേ സമയത്ത് ഇങ്ങനെ പോകുന്ന കുഞ്ഞുങ്ങള് നമ്മുടെ മക്കളല്ലേ, അപ്പോൾ ഓർത്ത് നമ്മൾ വിലപിക്കേണ്ടതല്ലേ? ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ എന്താണ്? അതെന്താണ് പരിഹരിക്കേണ്ടത്? എന്താണ് ആ കുഞ്ഞിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ? എന്താണ്? എന്തൊരു വേദന അവസ്ഥയാണ് ഇത്? ആവർത്തിക്കാൻ പാടില്ല. സംസ്ഥാനത്ത് കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഒരു പുരുഷനും ഒരു സ്ത്രീയും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. എന്ത് ഭയങ്കര ആത്മഹത്യകളാണ് നടക്കുന്നത്? മക്കളെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ആത്മഹത്യ അപ്പനും അമ്മയും കണ്ടില്ലേ? ഓരോ ദിവസവും നടക്കുക, ഓരോ ആഴ്ചയും നടന്നുകൊണ്ടിരിക്കുകയല്ലേ? എന്നിട്ട് എൻ്റെ എവിടുത്തെ നിയമം കൊണ്ടാണ് ഇത് പരിഹരിക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്? നിങ്ങൾ സ്കൂളിലും അത് കത്തോലിക്ക സ്ഥാപനങ്ങളിൽ അത് പരിഹരിക്കാൻ നിയമം ഉണ്ടാക്കുന്നതിൻ്റെ കുബുദ്ധി മനസ്സിലാക്കാൻ പ്രാപ്തരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ തിരിച്ചടിക്കുന്ന ഇപ്രകാരമായിരിക്കില്ല. ഞങ്ങൾ പ്രാർത്ഥനയുടെ മനുഷ്യരാണ്, ഞങ്ങൾ സഹനത്തിന്റെ മനുഷ്യരാണ്, ഞങ്ങൾ തപസ്സിന്റെ മനുഷ്യരാണ്. ഞങ്ങൾക്കൊരു നേതാവുണ്ട്, ഞങ്ങൾക്കൊരു കർത്താവുണ്ട്. നിമിഷം കൊണ്ട് നിന്നെ തകർക്കാൻ പറ്റുന്നവൻ, നിന്നെ കീഴടക്കാൻ പറ്റുന്നവൻ, അതിൽ ഞങ്ങൾ വിശ്വസിക്കുകയാൽ ഈ സഭ ലോകാവസാനം വരെ ഉണ്ടായിരിക്കും. നരകപാലനെ പ്രബലപ്പെടുകയില്ല.